അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആങ്ങളുടെ ആണ്ടിന് പോയിരുന്നു എന്ന്. ആ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അത് ഞാനും എൻ്റെ ജ്യേഷ്ഠത്തെയും 2 ആങ്ങളമാരും. പിന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ അവരൊന്നും വീഡിയോ എടുക്കാൻ ആരും സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ അതാ അവരെ വീടിൻ്റെ ഉള്ളിൽ, ആങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള മീനുകളാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതി. പിന്നെ ഒരുപാട് ഉസ്താദന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കണ മൂത്ത ആങ്ങള, മറ്റേ ആങ്ങളാരെ കൂടെ. മറ്റേതൊക്കെ ഉപ്പാൻ്റെ അനിയൻ്റെ മക്കളാണ് കേട്ടോ. പിന്നെ ഇതാ ബിരിയാണി കഴിക്കണതും കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ആരും ഇപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ലൊരു സ്പ്രിംഗ് ഓണിയൻ്റെ തോരനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്പ്രിംഗ് ഓണിയൻ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു സബോളയും 2 ചെറിയ മുളകും 1 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മുറിച്ചെടുത്ത സ്പ്രിംഗ് ഓണിയൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു അരമുറി തേങ്ങയും 5-6 കാന്താരി മുളകും 4 ചുവന്ന ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ നല്ല സുലഭമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഈ സ്പ്രിംഗ് ഓണിയന്. ആദ്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 മിനിറ്റും കൂടി ഒന്ന് അടച്ചു കൊടുക്കാം. അടപ്പ് മാറ്റി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തോരനൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ തോരനായതുകൊണ്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കരിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് ഫ്ലൈംസ് എയർ ഫ്രയറിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. നമ്മൾ ശരിക്കും എണ്ണയിലിട്ട് വറുത്ത് കോരുന്ന പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്യാം. ഇത് നല്ല കളർഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. നല്ല ഓണിയൻ തോരനും അതുപോലെ തന്നെ ഫ്ലൈംസും കൂടി നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.